2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം അദ്ദേഹം തെല്ലും അലോസരപ്പെടാതെ അടുത്ത ദിവസം തന്നെ ജപ്പാനിലേക്ക് ആദ്യം പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷിൻസോ അബെ ആ സമയം അദ്ദേഹം ഒരു ഭഗവത്ഗീത സമ്മാനമായി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നരേന്ദ്രമോദി പല രാജ്യങ്ങൾ സന്ദർശിച്ചു. അപ്പോഴെല്ലാം ഇവിടെ ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത് മോദി ടൂർ പോവുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ മിസൈൽ തലയിൽ വീഴാതെ രക്ഷപ്പെട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി മോദി പല രാജ്യങ്ങളിലും എന്തിനാണ് പോകുന്നത് എന്നുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദി സൈപ്രസിലേക്ക് പോയി. സൈപ്രസിലേക്ക് എന്തിനാണ് പോകുന്നത്? യഥാർത്ഥത്തിൽ സൈപ്രസ് തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. തുർക്കിയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ സൈപ്രസിൻ്റെ പല അതിർത്തികളും തുർക്കി മാന്താനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈപ്രസ് സന്ദർശിച്ച് തുർക്കി ഒക്കുപ്പൈഡ് സൈപ്രസിൻ്റെ അതിർത്തിയിൽ നരേന്ദ്രമോദി ചെന്നു നിന്നു. പോരാത്തതിന് നിങ്ങൾക്ക് വിമാനം തരാം, അത് സുഖോയ് വിമാനം തന്നെ തരാം, ബ്രഹ്മോസ് ഘടിപ്പിച്ച സുഖോയ് വിമാനം എന്നുള്ള ചർച്ചകളും അവിടെ നടന്നു എന്ന റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നു. ഇതൊക്കെയാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിവിടെയുള്ള കൂപമണ്ഡൂകങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി മോദി 8 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ഷെഡ്യൂളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 5 രാജ്യങ്ങളാണ് 8 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാൻ പോകുന്നത്. ഓരോ രാജ്യത്തിനും തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം. 5 രാജ്യങ്ങൾ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ എന്നിവയാണ് പ്രധാനമന്ത്രി ആദ്യമായി സന്ദർശിക്കുന്ന രാജ്യങ്ങൾ. ഈ 5 രാജ്യങ്ങൾക്കും തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും 30 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഈ ഘാനയെ സംബന്ധിച്ച് ആദ്യം പറയാനുള്ളത്. ഘാനയിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ പര്യടനം ആരംഭിക്കുക. 30 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നു. ഇതിനിടെ മോദി ഘാനയുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും കാണുകയും ഘാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം ട്രിനിഡാഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ എന്നിവിടങ്ങളിലേക്ക് പോകും. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും തുടർന്ന് നമീബിയയിൽ എത്തുകയും ചെയ്യും. നമീബിയയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനമാണ്. ഈ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നിരവധി സാമ്പത്തിക നയതന്ത്ര കരാറുകൾ ഒപ്പുവയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം. പ്രധാനമന്ത്രി മോദിയുടെ ഘാനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. 3 പതിറ്റാണ്ടിലേറെയായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്കായി ഘാന പ്രസിഡന്റ് ജോൺ മഹാമ 2015 ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പശ്ചിമ ആഫ്രിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഈ ഘാന. ഘാനയിലെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളികളിൽ ഒന്നായി ഇന്ത്യ കണക്കാക്കപ്പെടുന്നു. ഘാനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയുടെ 70% സ്വർണ്ണമാണ്. സാമ്പത്തിക, ഊർജ്ജം, പ്രതിരോധ, വികസന സഹകരണം എന്നിവയിലൂടെ ഉഭയകക്ഷി പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിലും അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റ് മഹാമയുമായി സംസാരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യമാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. എന്തായാലും ടി എന്നാണ് ഈ രാജ്യം പറയപ്പെടുന്നത്. ഇതിലെ ജനസംഖ്യയിൽ 45% ഇന്ത്യൻ വംശജരാണ്. പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേജറും പ്രസിഡന്റ് ക്രിസ്റ്റീന കാർല കങ്കലുവും ഇന്ത്യൻ വംശജരാണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ടിയിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനം 99 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ഒരു ആദ്യ ഉഭയകക്ഷി സന്ദർശനവുമാണിത്. കഴിഞ്ഞ 2024 നവംബറിൽ പ്രധാനമന്ത്രി മോദി കരീബിയൻ രാജ്യമായിട്ടുള്ള ഗയാന സന്ദർശിച്ചിരുന്നു. 8 മാസത്തിനിടെ കരീബിയൻ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സന്ദർശനമാണിത്. ഇന്ത്യക്ക് ഈ മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഇത് പ്രതിഫലിപ്പിക്കുന്നു. ടിയിൽ ഇന്ത്യയുടെ വിനോദസഞ്ചാരികൾ എത്തിയതിൻ്റെ 180 വർഷങ്ങൾ ആഘോഷത്തിനായാണ് ഈ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം സ്ഥിരമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 24-25 സാമ്പത്തിക വർഷത്തിൽ മൊത്തം വ്യാപാരം $341.61 മില്യൺ അതായത് ടിയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം എന്നുള്ളതും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. 57 വർഷത്തിന് ശേഷമാണ് അർജന്റീന ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. 1968 ഇന്ദിരാഗാന്ധിയായിരുന്നു അവസാനമായി അർജന്റീന സന്ദർശിച്ചത്. മോദി അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിയയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. പ്രതിരോധം, കൃഷി, ഖനനം, എണ്ണ, വാതകം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. 2024 നവംബറിൽ റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ഹരിത ഊർജ്ജത്തിന് വളരെയധികം പ്രാധാന്യം. ലിഥിയം മേഖലയിൽ, പ്രത്യേകിച്ച് ധാതു വിഭവ മേഖലയിൽ ഇന്ത്യയും അർജന്റീനയും ഉഭയകക്ഷി സഹകരണം ഗണ്യമായി മുന്നോട്ട് കൊണ്ടുപോയി. കൂടാതെ ഇന്ത്യക്ക് സോയാബീൻ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ പ്രധാന വിതരണക്കാരാണ് അർജന്റീന. 2024 ഇന്ത്യ അർജന്റീനയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയും കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം.
ഇനി ബ്രസീൽ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് നേതാക്കളുമായുള്ള ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം സന്ദർശിക്കും. ബ്രിക്സിൽ ആഗോള ഭരണത്തിലെ പരിഷ്കരണവും സമാധാനവും സുരക്ഷയും ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തൽ, AI ഉത്തരവാദിത്തപരമായിട്ടുള്ള ഉപയോഗം, കാലാവസ്ഥാ പ്രവർത്തനം, ആഗോള ആരോഗ്യം തുടങ്ങിയവയെക്കുറിച്ച് പ്രധാനമന്ത്രി ചർച്ച ചെയ്യും. ഉച്ചകോടിയിൽ അദ്ദേഹം നിരവധി ഉഭയകക്ഷി യോഗങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ബ്രസീലിയൻ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ലുലയുമായി വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം എന്നിവയുൾപ്പെടെയുള്ള പരസ്പര താൽപ്പര്യമുള്ള മേഖലകളിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിത്തത്തിനായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ദക്ഷിണ അമേരിക്കയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ബ്രസീൽ എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി നമീബിയയാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ആദ്യത്തെ സന്ദർശനമാണിത്. എന്തായാലും പ്രസിഡന്റ് നെദുംബോ നന്ദിൻട്വൈഡുമായി കൂടിക്കാഴ്ച നടത്തും. അവിടെ ഇതിനിടയിൽ നമീബിയയുടെ സ്ഥാപക പിതാവ് ഡോക്ടർ സാം നുജോംബയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കും. രാജ്യത്തിൻ്റെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. 2000 $3 മില്യൺ ആയിരുന്നു നമീബിയയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം. ഇപ്പോൾ ഏകദേശം $600 മില്യൺ ഇത് വർദ്ധിച്ചിട്ടുണ്ട്. നമീബിയയിൽ ഖനനം, നിർമ്മാണം, വജ്ര സംസ്കരണം, സേവനങ്ങൾ എന്നിവയിൽ ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കൂടാതെ 2022 സെപ്റ്റംബറിൽ മധ്യപ്രദേശിലെ കൂനോ നാഷണൽ പാർക്കിൽ 8 നമീബിയൻ ചീറ്റകളെയും പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. ഈ സന്ദർശനത്തിലെല്ലാം മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിയാൻ പോവുകയാണ് എന്നുള്ള സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ സന്ദർശനം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വാർത്തയിൽ ചെയ്യുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.